ഇപ്പോൾ കൗൺസിലർ ഗായത്രി ബാബു നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി ഗായത്രി ബാബു, ഇന്നലെ തെരച്ചിൽ നടക്കുമ്പോൾ നമ്മൾ ലൈവിൽ സംസാരിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് കിട്ടിയത് എന്നുള്ള വാർത്ത വന്നിരിക്കുന്നു. താങ്കൾ ആ പ്രദേശത്തെ സ്ഥലത്തുണ്ടോ? എന്താണ് പ്രതികരിക്കുന്നത്? മെഡിക്കൽ കോളേജിലാണ്. ഞാൻ കോർപ്പറേഷന്റെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും കൂടിയാണ്. അപ്പോൾ മേയറുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ നമ്മൾ എല്ലാ HI-മാർക്കും ആമഴിഞ്ഞൻ തോടിന്റെ കൈവഴികൾ പോകുന്ന സ്ഥലത്ത് ഒരു ജാഗ്രത വേണം, ഒരു പരിശോധന വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും സാധ്യതയുള്ളതും ഈ തകരപ്പറമ്പിലേക്ക് പോകുന്ന റോഡിലുള്ള ആമഴിഞ്ഞൻ തോടാണ്. അങ്ങനെ ഇന്നലെ തന്നെ അവിടുത്തെ HI വിളിച്ച് ഈ കാര്യം പറഞ്ഞു. ഇന്ന് രാവിലെ മുഴുവൻ അവര് അവിടെ ഒരു പരിശോധന നടത്തി. ആ പരിശോധനയുടെ ഭാഗമായി നമ്മുടെ ഒരു ജീവനക്കാരനാണ് ആദ്യം ഇത് കാണുന്നത്. ഉടനെ തന്നെ അവർ എന്നെ വിളിച്ചു. അങ്ങനെ നമ്മൾ എന്നെ വിളിച്ച സമയത്ത് ഞങ്ങൾ അസിസ്റ്റന്റ് കളക്ടർ, കോർപ്പറേഷൻ സെക്രട്ടറി, മേയറൊക്കെ കൂടി ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ആദ്യം ഒന്ന് കൺഫേം ചെയ്തിട്ട് പറയാമെന്ന നിലയിൽ ഞങ്ങൾ ആദ്യം ഒന്ന് അങ്ങോട്ട് പോയി. അങ്ങനെ നമുക്ക് ഒരു സാധ്യത മനസ്സിലായത് കൊണ്ടാണ് ഇതായിരിക്കും എന്നുള്ളൊരു ഇദ്ദേഹമായിരിക്കും എന്നുള്ളൊരു സാധ്യത തോന്നിയാണ് നമ്മൾ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നത്. ഇനി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ വന്ന് കൺഫേം ചെയ്താലേ നമുക്ക് ഔദ്യോഗികമായി അത് പറയാൻ കഴിയും. അല്ലാതെ നമ്മൾ പറയുന്നത് ശരിയല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ തുടങ്ങിയ ആളുകൾ ഇവിടെ ഇപ്പൊ എത്തും. അവരോടൊപ്പം കുടുംബാംഗങ്ങളും എത്തും. എന്നിട്ട് അവർ കൺഫേം ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഔദ്യോഗികമായി ഡിക്ലെയർ ചെയ്യാൻ കഴിയുക. നിലവിൽ നമ്മളവിടെ ആമഴഞ്ചാൻ തോടിന്റെ പല കൈവഴികളിലായിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് കടലിലേക്ക് പോകാതിരിക്കാൻ പ്ലാസ്റ്റിക് ഫിഷർ ഇട്ടിട്ടുണ്ട്. 17 സ്ഥലങ്ങളിൽ നഗരസഭ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ നമ്മൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന തമ്പാനൂര് കഴിഞ്ഞാൽ ഉള്ള ആദ്യത്തെ ഫിഷർ കിടക്കുന്നത് ഇവിടെയാണ്. അപ്പൊ അവിടെ നമ്മൾ പ്ലാസ്റ്റിക് ഇങ്ങനെ തടഞ്ഞു വെക്കാനുള്ള സംവിധാനത്തിൽ കുരുങ്ങിയാണ് ഇദ്ദേഹത്തെ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണ് നിലവിലെ അവസ്ഥ. എന്തായാലും വളരെ സങ്കടകരമായ ഒരു കാര്യം. എല്ലാ പരിശ്രമങ്ങളും വിഫലമായി എന്നതാണ് നമ്മൾ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ശ്രീമതി ഗായത്രി ബാബു, ഈ വേസ്റ്റ് ഒക്കെ ഒരുവിധം കുറെയൊക്കെ വകഞ്ഞു മാറ്റി അല്ലെങ്കിൽ എടുത്തു കളഞ്ഞൊക്കെ ആണല്ലോ അവിടെ ഈ ഒരു തെരച്ചിലൊക്കെ നടത്തിയത്. ഇനി അതിന്റെ ഒരു അവസ്ഥ എന്താണ് അവിടെ? ഇനി നമ്മള് മേയറടക്കം പറഞ്ഞിട്ടുള്ളത് ശക്തമായ ഒരു എൻഫോഴ്സ്മെന്റിലേക്ക് നമുക്ക് പോയേ മതിയാവുള്ളൂ. അപ്പോ നമ്മുടെ ആമഴിഞ്ഞൻ തോട് വരുന്നത് മേജർ ഇറിഗേഷന്റെ കീഴിലാണെങ്കിലും മേജർ ഇറിഗേഷന്റെ കീഴിൽ വരുന്ന മറ്റു ഭാഗങ്ങളിൽ പ്ലാസ്റ്റിക് ഫിഷർ അടക്കമുള്ള സംവിധാനങ്ങൾ നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ചെയ്യാൻ നഗരസഭയ്ക്ക് സാധിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു പ്രദേശത്താണ് നമുക്ക് ഒരു തരത്തിലുള്ള ഇടപെടലിനും ഒരു സാധ്യത ലഭിക്കാതിരുന്നത്. പക്ഷെ ഇനി തൊട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ മാലിന്യ സംസ്കരണ സംവിധാനം എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതിനെ സംബന്ധിച്ച് വലിയ ഒരു ബോധ്യപ്പെടുത്തൽ നഗരസഭയ്ക്ക് നൽകിയേ മതിയാകുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തുടർന്ന് നല്ല എൻഫോഴ്സ്മെന്റ് സർക്കാരിന്റെയും കോർപ്പറേഷന്റെയും ഭാഗമായി ഉണ്ടാവും. എന്തായാലും ഈ റെയിൽവേ ആണ് തടസ്സം നിന്നിരുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. താങ്കൾ അത് പറഞ്ഞിരുന്നു. റെയിൽവേയുടെ കാര്യത്തിൽ റെയിൽവേയിൽ നിന്ന് ഇപ്പോൾ അനുകൂലമായ നിലപാട് ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഉണ്ടാകും എന്ന് കരുതാമോ? അവർ ഒരു കർശന നിലപാടൊക്കെ അതിൽ വിട്ടുവീഴ്ച ചെയ്യുമെന്ന് കരുതാമോ? ഇപ്പോ ഈ തിരച്ചിലിന്റെ ഭാഗമായ ഒരു തടസ്സം അവർ ഉന്നയിച്ചില്ലല്ലോ, തിരയാൻ അനുവദിച്ചല്ലോ. അതുപോലെ അവർ പ്രതിസന്ധി ഘട്ടത്തിലാവുമ്പോൾ നഗരസഭയെ പഴിചാരാനോ അല്ലെങ്കിൽ നഗരസഭയുടെ ഉത്തരവാദിത്തമാക്കി ഇതിനെ മാറ്റാനോ ഒക്കെ ശ്രമിക്കുന്ന സന്ദർഭങ്ങളിൽ അവർ ഒരുപക്ഷെ അനുവദിച്ചേക്കും. പക്ഷെ അതല്ലല്ലോ നമുക്ക് വേണ്ടത്. ജനജീവിതം ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിൽ ദൈനംദിന പ്രക്രിയകളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ഒഴിവാക്കാൻ വേണ്ടിയും ആ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാലിന്യം കൃത്യമായി സംസ്കരിക്കുന്നുണ്ട് എന്നൊരു ബോധ്യപ്പെടുത്തൽ അവർ നഗരസഭയ്ക്ക് നൽകണം. നഗരസഭ പരിധിയിൽ വരുന്ന ഒന്നാണ്. നമ്മൾ നിരന്തരം ഇടപെട്ടത് കൊണ്ടാണ് അവര് ഈ പ്രവർത്തനം ചെയ്യാനെങ്കിലും തയ്യാറായത് എന്നൊക്കെ ഉള്ളത് വ്യക്തമായി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ. തെളിവ് സഹിതം നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ബാക്കി കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി ഉടൻ പത്രസമ്മേളനം വിളിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞതിന് ശേഷം നഗരസഭയുടെ കാര്യങ്ങൾ കൂടി നമ്മൾ അവതരിപ്പിക്കാം. ഞാനൊരു കാര്യം കൂടി ഒന്ന് ചോദിച്ചോട്ടെ. എന്തായാലും അദ്ദേഹം ഒരു കുടുംബത്തിന്റെ ആശ്രയമായിരുന്നു, വരുമാന മാർഗമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവനാണ് ഇല്ലാതായി പോയത്. അദ്ദേഹത്തിന് ആരുടെ ഭാഗത്തു നിന്നായാലും വളരെ ഒരു കാര്യമായ ഒരു നഷ്ടപരിഹാരം ആ കുടുംബത്തിന് ലഭിക്കേണ്ടതല്ലേ? അതിനെ സംബന്ധിച്ചൊക്കെ എനിക്ക് ബഹുമാന്യനായ കളക്ടർ നമ്മുടെ മന്ത്രി സംസാരിക്കും. ശരി, നന്ദി ശ്രീമതി. അദ്ദേഹം ഉടനെ പത്രസമ്മേളനം വിളിക്കുമല്ലോ. തീർച്ചയായും വളരെ നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. ഗായത്രി ബാബു കൗൺസിലറാണ് സംസാരിച്ചത്. എന്തായാലും